ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ ഒന്നൊന്നായി ഹമാസ് കൊന്നൊടുക്കിയതായി ഇസ്രായേലി ഭരണകൂടത്തിൻ്റെ വെളിപ്പെടുത്തൽ. ബന്ദികളിൽ ഭൂരിഭാഗം പേരും ഇപ്പോഴും ജീവനോടെയുണ്ടെന്ന ഹമാസിൻ്റെയും പാലസ്തീൻ്റെയും അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ഭരണകൂടം ഇത്തരമൊരു നിലപാടിലെത്തിയിരിക്കുന്നത്. ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിൽ തട്ടിക്കൊണ്ടുപോയ 2 തായ് പൗരന്മാർ നിലവിൽ ജീവനോടെ ഉണ്ടെന്നാണ് പാലസ്തീനും ഹമാസും അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഈ 2 തായ് പൗരന്മാരെയും ഹമാസ് കൊലപ്പെടുത്തിയതായുള്ള വിവരങ്ങൾ ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നു. ഇവരുടെ മൃതദേഹങ്ങൾ പാലസ്തീൻ അതിർത്തിയിലുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിടുന്നത്. ഈ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളോട് ദുഃഖകരമായ ഈ വാർത്ത കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഇസ്രായേലി ഭരണകൂടം ഇപ്പോൾ വെളിപ്പെടുത്തൽ തുടരുകയാണ്. ഏറ്റവും നിർണായകമായ ഒരു ഇടപെടലാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഇസ്രായേലിൽ നിന്നും ഒക്ടോബർ മാസം 7-ാം തീയതി രാത്രിയുടെ മറവിൽ ഇസ്രായേലിലേക്ക് കടന്നുകയറുകയും ഇസ്രായേൽ അതിക്രൂരമായ ആക്രമണം നടത്തുകയും 1600ഓളം ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്ത ഹമാസിൻ്റെ ഭീകരവാദികൾ 260-ലധികം പേരെയാണ് ഇസ്രായേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത്. ഇവരെ ഗാസയിലെ വിവിധ ഭൂഗർഭ തുരങ്കങ്ങളിൽ വളരെ ഗുരുതരമായ രീതിയിൽ ക്രൂരമായ പീഡനങ്ങൾ നടത്തി ഇവരെ ബന്ദികളാക്കി വച്ചിരിക്കുകയായിരുന്നു. ഇവരിൽ നിരവധി പേരെ പല ഘട്ടങ്ങളിലായി ഹമാസ് ഭീകരവാദികൾ കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഇതിൽ 110ഓളം പേരെ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി ഹമാസ് ഭീകരവാദികൾ മോചിപ്പിക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് അവരുടെ കയ്യിൽ 140ഓളം പേർ അവശേഷിച്ചു എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ കണക്കെങ്കിൽ അതിൽ പകുതി പേരും ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇത് ഇസ്രായേലി ഭരണകൂടം കൃത്യമായി സ്ഥിരീകരിച്ച വിവരമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2 തായ് പൗരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരെ ഹമാസ് ഭീകരവാദികൾ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിരിക്കുന്നു. ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗം ഇവ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. പാലസ്തീൻ അതിർത്തിയിൽ ഇവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവർ ജീവനോടെ ഉണ്ടെന്നാണ് ഏറ്റവും അവസാന നാളുകളിലും പാലസ്തീനും ഹമാസുമൊക്കെ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഈ അവകാശവാദങ്ങൾ പൊള്ളയാണെന്ന് ഇപ്പോൾ ഇസ്രായേലി മിലിറ്ററി ഫോഴ്സ് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു കാര്യം കൂടി ഇസ്രായേലിൻ്റെ IDFൻ്റെ വക്താക്കൾ പറയുന്നുണ്ട്. അതായത് ഹമാസിൻ്റെ പക്കൽ എത്ര ബന്ദികൾ ജീവനോടെ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം ബന്ദികളിൽ ഭൂരിഭാഗം പേരെയും പല ഘട്ടങ്ങളിലായി ഹമാസിൻ്റെ ഭീകരവാദികൾ കൊലപ്പെടുത്തിയിരിക്കാം. അതിൽ നേരത്തെ ഹമാസ് മോചിപ്പിച്ച ചില ബന്ദികൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ കൊടിയ പീഡനം, മനുഷ്യ മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള പീഡനമാണ് ബന്ദികൾക്ക് തടവറയിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത്. സ്ത്രീകളെ, പ്രത്യേകിച്ച് കൗമാരക്കാരികളെ പല രീതികളിൽ ശാരീരികമായി പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു, ഒടുവിൽ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹത്തെ പോലും ബലാത്സംഗം ചെയ്യുന്ന ക്രൂരതയാണ് ഹമാസിൻ്റെ ഭീകരവാദികൾ അവിടെ നടത്തിയത്. അതുകൊണ്ട് തന്നെ എത്ര ബന്ദികൾ ഇനി ജീവനോടെ അവശേഷിക്കുന്നു എന്നുള്ളതിൽ വലിയ ആശങ്കയുണ്ടെന്നാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ വെളിപ്പെടുത്തൽ. അതേസമയം കഴിഞ്ഞ ദിവസം ഗാസയിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ വിമുക്ത സൈനികൻ്റെ മരണത്തിൽ ആശങ്കയറിയിച്ചും ഖേദപ്രകടനം നടത്തി UN രംഗത്ത് വന്നിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഡെപ്യൂട്ടി ജനറൽ തന്നെയാണ് ഇക്കാര്യത്തിൽ ഇന്ത്യയോട് മാപ്പ് അപേക്ഷിച്ചിരിക്കുന്നത്. ഇന്ത്യക്കാരനായ ഒരു ഭടൻ കൊല്ലപ്പെട്ടതിൽ വലിയ വേദനയും വിഷമവും ഉണ്ടെന്നും ഇന്ത്യ ഐക്യരാഷ്ട്രസഭയ്ക്ക് നൽകുന്ന സഹായത്തിനും പിന്തുണയ്ക്കും നന്ദി അറിയിക്കുന്നുണ്ടെന്നും ഐക്യരാഷ്ട്രസഭ വക്താവ് തന്നെ വ്യക്തമാക്കുകയുണ്ടായി. ഗാസയിൽ വലിയ പോരാട്ടമാണ് നടക്കുന്നത്. റഫയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള മുന്നേറ്റവുമായി ഇസ്രായേൽ സേന രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോയിരിക്കുന്നു. റഫയിലേക്ക് കൂടുതൽ സൈനിക വിന്യാസം നടത്തുകയാണ് ഇസ്രായേലി സേന. കവചിത ടാങ്കുകളും ആയുധങ്ങളും അടക്കം വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് റഫ പിടിച്ചടക്കാനുള്ള മുന്നേറ്റം ഇസ്രായേലി സേന നടത്തുന്നത്. റഫയിലെ പരമാവധി അഭയാർത്ഥികളെ
വടക്കൻ ഗാസയിലേക്ക് മാറ്റുക എന്നുള്ള അക്ഷീണ പ്രയത്നത്തിലാണ് ഇപ്പോൾ ഇസ്രായേലി സൈന്യം. അതിനുള്ള മുന്നറിയിപ്പ് ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നു. 5.5 ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായി പലായനം ചെയ്തു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. വെള്ളമോ ഭക്ഷണമോ ആഹാരമോ മരുന്നോ ഇല്ലാതെ തെരുവുകളിൽ അകപ്പെട്ടിരിക്കുകയാണ് 5.5 ലക്ഷത്തോളം വരുന്ന പാലസ്തീനികൾ. റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ഏത് നിമിഷവും ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഭയത്താലാണ് റഫയിലെ ക്യാമ്പുകളിൽ നിന്നും അവർ ഇറങ്ങി പുറപ്പെട്ടത്. ജബാലി അടക്കമുള്ള ഖാനിന്നിസ് അടക്കമുള്ള പ്രദേശങ്ങളിൽ താൽക്കാലിക ഷെഡുകൾ, ടെൻറ്റുകൾ ഇസ്രായേലി സേന സജ്ജമാക്കിയിരുന്നു. അവിടേക്കുള്ള യാത്രയിലാണ് പല കുടുംബങ്ങളും. എന്നാൽ ജബാലിയയിലും ഇപ്പോൾ വലിയ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ജബാലിയയിൽ ഭിന്നിച്ചു നിന്ന അല്ലെങ്കിൽ വിഘടിച്ചു പോയ ഹമാസ് ഭീകരന്മാർ ഒത്തുകൂടുകയും അവിടേക്ക് ഇസ്രായേലി സേന എത്തുകയും ചെയ്തിരിക്കുന്നു. നേർക്കുനേർ പോരാട്ടം നടക്കുകയാണ് ജബാലിയയിലെ അഭയാർത്ഥി ക്യാമ്പിൻ്റെ പരിസരങ്ങളിൽ. ഈ സാഹചര്യത്തിൽ വടക്കൻ ഗാസയിലേക്ക് പോകാനും അഭയാർത്ഥികൾ കഴിയുന്നില്ല. തെക്കൻ ഗാസയിലെ റഫ ക്യാമ്പിലേക്ക് തിരികെ പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ തെരുവുകളിലാണ്, റോഡുകളിലാണ്. ഇപ്പോൾ അന്തി ഉറങ്ങാനൊരു സ്ഥലമില്ല. വെയിലിൽ നിന്നും മഴയിൽ നിന്നും രക്ഷിക്കാനൊരു സംവിധാനമില്ല. ആഹാരമില്ല, വെള്ളമില്ല, മരുന്നില്ല. കുട്ടികളെല്ലാം തന്നെ വലിയ ദുരിതത്തിലാണ്. ഈ നില തുടരുകയാണെങ്കിൽ ആക്രമണത്തിലോ അല്ലെങ്കിൽ യുദ്ധത്തിലോ അല്ലാതെ തന്നെ ആയിരക്കണക്കിന് സാധാരണക്കാർ പട്ടിണി കൊണ്ട് മരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഗാസയിൽ കാണാൻ കഴിയുന്നത്. ഗാസ അക്ഷരാർത്ഥത്തിലൊരു കൂട്ടക്കുരുതിക്ക് ഇടയാകും അല്ലെങ്കിൽ വേദിയാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതേസമയം വെടിനിർത്തൽ ചർച്ചകൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവസാനിച്ചിട്ടില്ലെന്ന് ഖത്തർ വ്യക്തമാക്കി. എന്നാൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് ഇനി ഇടനിലക്കാരാകാനില്ലെന്ന് ഈജിപ്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അതായത് പല ഘട്ടങ്ങളിലായി ഈജിപ്റ്റ് വെടിനിർത്തൽ ചർച്ചകൾക്ക് ഇടനിലക്കാരായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിലും ഹമാസിൻ്റെ ഒരു അനുകൂല നിലപാട് ഈ വെടിനിർത്തൽ ചർച്ചകൾ ഉണ്ടായില്ല. അതാണ് ഈജിപ്തിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇനി വെടിനിർത്തൽ ചർച്ചകളിൽ തങ്ങൾ ഇടനിലക്കാരാകില്ല എന്നുള്ള നിലപാട് ഈജിപ്റ്റ് അറിയിച്ചതായിട്ടാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതേസമയം അമേരിക്കൻ കോൺഗ്രസിൻ്റെ നടപടിയാണ് ഇപ്പോൾ ഏറ്റവും അധികം ഞെട്ടിപ്പിക്കുന്നത്. $1 ബില്യൺ കോടി ആയുധങ്ങൾ ഇസ്രായേലിന് നൽകാനുള്ള കരാറിന് അല്ലെങ്കിൽ ആ നടപടിക്ക് അമേരിക്കൻ കോൺഗ്രസ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നു. പ്രസിഡന്റ് ജോ ബൈഡൻ്റെ താൽപ്പര്യങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസിൻ്റെ ഏകപക്ഷീയമായ തീരുമാനം. ഇസ്രായേലിന് നിലവിലെ യുദ്ധത്തിൽ പരിപൂർണ പിന്തുണ നൽകുകയാണ് അമേരിക്ക ചെയ്യേണ്ടതെന്ന നിലപാടാണ് US കോൺഗ്രസ് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്ന കാര്യത്തിലൂടെ വ്യക്തമാകുന്നത്. അത്രത്തോളം ശക്തമായ ഒരു ഇടപെടൽ US കോൺഗ്രസ് നടത്തിയിരിക്കുന്നു. നേരത്തെ ഇസ്രായേലിന് ആയുധങ്ങൾ കൈമാറ്റുന്ന നടപടിക്ക് ഒരു തടയിടൽ ജോ ബൈഡൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ നടപടി ഫ്രീസ് ചെയ്തു വയ്ക്കുന്ന ഒരു നിലപാടിലേക്ക് ജോ ബൈഡൻ എത്തിയിരുന്നു. കാരണം റഫയിൽ വലിയ കൂട്ടക്കുരുതിക്കിടയാക്കും. ഇപ്പോൾ കൂടുതൽ ആയുധങ്ങൾ നൽകിയാൽ അത് ഇസ്രായേൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു നിലപാടായിരുന്നു ജോ ബൈഡൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആയുധ കൈമാറ്റം സംബന്ധിച്ച കരാറുകൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ ജോ ബൈഡൻ ഭരണകൂടം നിർദ്ദേശിച്ചത്. ഇപ്പോൾ ഇതാ ജോ ബൈഡൻ ഭരണകൂടത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അമേരിക്കൻ കോൺഗ്രസ് ഇസ്രായേലിന് ആയുധം നൽകണമെന്നുള്ള കരാർ അല്ലെങ്കിൽ ആ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു. ഇസ്രായേലിന് പൂർണ്ണ പിന്തുണയാണ് നൽകേണ്ടത്. ഇസ്ലാമിക ഭീകരവാദത്തെ തുരത്താനുള്ള വലിയ പോരാട്ടമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത്. അതിന് അമേരിക്കയെ പോലുള്ള രാജ്യം പരിപൂർണമായ പിന്തുണ നൽകണമെന്നാണ് US കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്.